ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് കരുത്തരായ റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 1-2 ഗോളുകൾക്കാണ് ഒസാസുന റയലിനെ അട്ടിമറിച്ചത്. അതായത് മത്സരത്തിന്റെ 38ാമത്തെ മിനിറ്റിൽ ഒസാസുനക്ക് വേണ്ടി പെനാൽറ്റിയിലൂടെ ബുഡിമിർ ഗോൾ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ 73ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ റയലിന് സമനില ഗോൾ നേടിക്കൊടുത്തു. ഫെഡെ വാൽവർദയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു വിനിയുടെ ഗോൾ പിറന്നത്. പക്ഷെ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. മത്സരത്തിന്റെ 90ാമത്തെ മിനിറ്റിൽ ഒസാസുന താരമായ റൗൾ ഗാർഷ ഗോൾ കണ്ടെത്തുകയായിരുന്നു. റൗൾ മോറോയുടെ ഒരു അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഗോൾ പിറന്നത്. ഈ ഗോളാണ് ഒസാസുനക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ റയലിന് ഇപ്പോൾ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അതായത് 25 മത്സരങ്ങളിൽ നിന്ന് 60 പോയിന്റാണ് അവർക്കുള്ളത്. ഒരു മത്സരം കുറച്ച് കളിച്ച FC ബാഴ്സലോണ 58 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. അതായത് അടുത്ത മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണ റയലിനെ പിന്തള്ളും എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മത്സരത്തിന്റെ അവസാനത്തിൽ ഒസാസുന നേടിയ വിജയ ഗോൾ അത് റയൽ സൂപ്പർ താരമായ ഡാനി സെബയോസിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഡാനി സെബയോസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇതിന്റെ ഉത്തരവാദിത്തം, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ഒസാസുന വിജയ ഗോൾ നേടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തോൽവിയുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒസാസുന റയലിനെ വിറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് നടത്തിയത്. അതിന്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമല്ല ഈ ഒരു റിസൾട്ട്. ഇനിയിപ്പോ അടുത്ത മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബെൻഫിക്കയാണ് റയലിന്റെ എതിരാളികൾ. UCL മത്സരമാണ്. ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കാൻ റയലിന് സാധിച്ചിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.